യേശുവിൻ്റെ വരവ് നമ്മുടെ വാതുക്കൽ. ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ഈവൻ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ വൺ ഓഫ് ദീസ് ഡേയ്സ്. അതിനുവേണ്ടിയാണ് നമ്മൾ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്, ആൻറ്റിസിപ്പേറ്റിംഗ് ഫോർ ദാറ്റ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ ഒരു ഭാഗീയമായ പ്രത്യാശയെക്കുറിച്ചാണ് ഇവിടെ നിന്ന് വായിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നല്ല പ്രസംഗങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും ഹല്ലേലൂയ ഉള്ള ഒരു പ്രതിഫലം വിഭാഗിക്കുന്നൊരു ദിവസമുണ്ട്. ആ വരവ് ഏറ്റവും ആസന്നമായി. ഇനി ആ ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. വിശുദ്ധന്മാരുടെ ഈ ഭാഗ്യകരമായ പ്രത്യാശയ യേശുവിൻ്റെ മടങ്ങി വരണം. അതിനപ്പുറത്ത് നമുക്കൊന്നുമില്ല. ഐ എം നോട്ട്, ഞങ്ങളുടെ ഒരു പേര് പറയുന്നില്ല, കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ ഒരു കോൺഫറൻസിൻ്റെ കൺവീനർ പറഞ്ഞായിരുന്നു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഈ കോൺഫറൻസ് കഴിഞ്ഞിട്ടേ കർത്താവ് വരാമെന്ന്. ഓക്കെ, അന്ന് അതുകൊണ്ട് നമ്മൾ ഈ കോൺഫറൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ബട്ട് അതിന് മുമ്പേ കർത്താവ് വരണം. Hallelujah. Before we leave this sanctuary, it's our greatest expectation that we are going to meet our glorious Redeemer face to face. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. നമ്മുടെ ഈ പാട്ടും ആരാധനയും സ്തുതിയും സ്തോത്രവും ഒക്കെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കുന്നതാണ്. അതിൽ കുറഞ്ഞൊരു സ്വപ്നം നമുക്കില്ല. ഈ മണ്ണിൽ ഒരു സ്വപ്നം നമുക്കില്ല. എൻ്റെ യേശുവിൻ്റെ കൂടെ നമുക്ക് ആയിരിക്കണം. അതിനോട് ചേർന്നൊരു വാക്യമാണ് ഞാൻ ഇന്ന് രാത്രി ചില മിനിറ്റുകളിലേക്ക് വായിക്കുന്നത്. റീഡിങ് ഫ്രം ദ ബുക്ക് ഓഫ് പീറ്റർ, 2 Peter chapter 3 verse 9. ആ വാക്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. 2 Peter chapter 3 verse 9. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഇതാ ഹല്ലേലൂയ, അവിടെ വായിക്കുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, മറിച്ച് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സി ഹല്ലേലൂയ, ഇതൊരു പ്രോമിസായിട്ട് അപ്പോസ്തലനായ പത്രോസ് കൈമാറുകയാണ്. ഇവിടെ 4 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് ഹല്ലേലൂയ എനിക്ക് നിങ്ങളുമായി പറയുവാനുള്ള 4 കാര്യങ്ങളാണ് പറയാനുള്ളത്. വളരെ നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. യു ഡോണ്ട് നീഡ് മച്ച് ഇൻട്രൊഡക്ഷൻ. ഇവിടെ പറയുന്നത്, വി നീഡ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ് ഇൻ ദീസ് ഡേയ്സ്. ആ കാലങ്ങളുണ്ടായിരുന്നു. ഇത് ഇറ്റ്സ് നോട്ട് ദ പ്രോബ്ലം ഓഫ് 21st century. This is exactly what happened in the very beginning. Even after the 50 years of the ascension of Jesus Christ, the same issue happened. Not even after 100 years, not even after a century, even after 40 to 50 years, the same thing that happened there as we are seeing today. എല്ലാവരും വിചാരിക്കാൻ തുടങ്ങി ഈ അടുത്ത കാലത്തും കർത്താവ് വരത്തില്ലെന്ന്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. സോ ഒന്നാമത് ഒരു തെറ്റിദ്ധാരണ മാറണം. വി നീഡ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. ഒരു തെറ്റിദ്ധാരണ മാറണം, തെറ്റായ ഒരു ധാരണ മാറണം. സ്തോത്രം ഹല്ലേലൂയ. അതിൻ്റെ ഒരു ആവശ്യം തന്നെയുണ്ട്. ചർച്ചസ് നീഡ് ടു കം അപ്പ് വിത്ത് ദിസ് തോട്ട് ദാറ്റ് നോ ആൻഡ് വി നീഡ് ടു ടീച്ച് അവർ നെക്സ്റ്റ് ജനറേഷൻ ദാറ്റ് ദ കമ്മിങ് ഓഫ് ജീസസ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള സന്ദേശങ്ങൾ. മോർ ദാൻ preaching about the things that we are accumulating in this world, how we can excel in everything. That's good that we need to teach them. At the same time, beyond that, we need to teach the generation that the coming of Jesus is at the door. അതായിരിക്കട്ടെ നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രമുഖ ഭാഗമെന്ന് പറയുന്നത്, യേശുവിൻ്റെ വരവ്. രാവിലെ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും കുടുംബജീവിതം ചെയ്യുമ്പോഴും എന്തിനേറെ പറയുന്നു, സഭയിലെ ശുശ്രൂഷിക്കുമ്പോഴുമൊക്കെ ഹല്ലേലൂയ അകത്ത് കിടക്കുന്നവർക്കും പുറത്ത് കിടക്കുന്നവർക്കും ഒരുപോലെ ഈ സന്ദേശം എത്തണം, യേശുവിൻ്റെ വരവ് വാതുക്കലാണെന്നുള്ളത്. അതിന് നമ്മുടെ പബ്ലിക് സ്റ്റേജുകളൊക്കെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കണം. ഈ യൂഷ്വലി വെൻ വി ഒബ്സർവ് ദ ലോർഡ്സ്, കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. സഭായോഗങ്ങൾ ആൻഡ് അവർ ചർച്ച് ഓൾസോ, ഐ യൂസ് ടു പ്രാക്ടീസ് ദാറ്റ് നൗ. ഐ ഓൾവേസ് സ്പീക്ക് അബൌട്ട് ദ ക്രൂസിഫിക്കേഷൻ ആൻഡ് ദ സഫറിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സാൽവേഷൻ ആൻഡ് ഐ എൻഡ് അപ്പ് ഓൾ മൈ മെസ്സേജ് വിത്ത് ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏതെന്തും ആയിക്കോട്ടെ, ടേക്കിംഗ് മെനി പോർഷൻ ഫ്രം അത് ഉൽപ്പത്തിയിൽ നിന്ന് എടുത്താലും വെളിപ്പാടിൽ നിന്ന് എടുത്താലും ഒരുപോലെ ആയിരിക്കണം. വെളിപ്പാട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്, ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. 4 കാര്യങ്ങൾ ഇവനോട് ഓർപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ളൊരു തെറ്റായ ധാരണയാണ് ഏറ്റവും വലിയ കാരണം. ആകെ ഓൾ ദ പീപ്പിൾ ആർ വെരി ഫെമിലിയർ വിത്ത് ബുക്ക് ഓഫ് റെവലേഷൻ. കാരണം ഇപ്പം ഹഗ്ഗായി എടുക്കാൻ പറഞ്ഞ ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും ഹഗ്ഗായി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം അത് വലിയ നമ്മളത്ര ഫെമിലിയർ അല്ല. പക്ഷെ വെളിപ്പാട് ഇന്നുവരെ ആർക്കും തെറ്റിയിട്ടില്ല. കാരണം നമുക്കറിയാം എവിടെയാണെന്നറിയാം, ലാസ്റ്റിലാണെന്നറിയാം അല്ലേ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് ഡൗട്ട് പീപ്പിൾ ഗോ ടു ദ ലാസ്റ്റ്, റൈറ്റ്? പക്ഷേ വെളിപ്പാട് പുസ്തകം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി. ബിക്കോസ് ഓഫ് ദ സിംബോളിക്കൽ ലാംഗ്വേജ്, അലിഗോറിക്കൽ എക്സ്പ്രഷൻ ഇതിനൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർ ഇനി ഇത് പ്രസംഗിക്കുന്നവരോ നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് കൺഫ്യൂഷനാക്കി കളയും. കാരണമല്ലല്ലോ. അതുകൊണ്ട് ഈ വെള്ളക്കുതിരയും മഞ്ഞക്കുതിരയും കറുത്ത കുതിരയും ഇതൊക്കെ പെയിലും ഒക്കെ പറഞ്ഞ് പിന്നെ നാസയുടെയും ഗാലക്സിയുടെ നക്ഷത്രത്തിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞ് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ പോകും. അത് 100% ഉറപ്പാണ്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി. യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ സിംഗിൾ അല്ലെങ്കിൽ സിംബോളിക്കൽ ലാംഗ്വേജ് ദാറ്റ് എക്സ്പ്രസ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഐ എം പ്രെറ്റി ഷുവർ ദാറ്റ് നോ ഇഫ് യു ആർ പ്രിപ്പയർഡ് യു വിൽ ബി ദെയർ.
അല്ലേ? അതുകൊണ്ട് ആ പ്രസംഗത്തിന് കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ വേണ്ടി നല്ലതാണ്. അതുകൊണ്ട് ഞാൻ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അധികം അങ്ങോട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഈ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാറില്ല. എന്നെ പരിശുദ്ധാനം പഠിപ്പിച്ച ഒരു കാര്യം പറയും, 3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയെന്നാണ്. എൻ്റെ ഇപ്പം ദിസ് ഇസ് മൈ 32nd ഇയർ ഓഫ് പ്രീച്ചിങ് ഗോഡ്സ് വേർഡ്. ഐ എം ട്രാവലിംഗ് അക്രോസ് ദ നേഷൻ പ്രീച്ചിങ്. ഈ 22 അധ്യായത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിക്കുന്നു. ഒരു മരണത്തിനും പാതാളത്തിനും കല്ലറയ്ക്കും രാജ്യത്തിനും കർത്തൃത്വത്തിനും അധികാരങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിയാതെ സകല കല്ലും ഉരുട്ടി മാറ്റി കാവൽക്കൂട്ടത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഞാൻ പുറത്തു വന്ന് യോഹന്നാനെ നിനക്ക് വേണ്ടിയും നിന്നെ കേൾക്കുന്നവർക്ക് വേണ്ടിയും കാലഘട്ടത്തിലെ സകലർക്കും വേണ്ടി ഞാൻ ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥയാണ് യേശു ജീവിക്കുന്നു. 2, ഹല്ലേലൂയ, ഞാൻ മടങ്ങി വരും. രണ്ടാമത്തെ സന്ദേശം ഇതാണ്, ദ ഹോൾ സമ്മറി ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. യേശു രാജാവായി മടങ്ങി വരും. 3-മത്തത് നമ്മളെ കൊണ്ടുപോകും. ഈ 3 കാര്യം അറിഞ്ഞിരുന്ന വെളിപ്പാട് പുസ്തകം തീർന്നു സത്യത്തിൽ. കാരണം യേശു ജീവിക്കുന്നു, യേശു നമുക്ക് വേണ്ടി മടങ്ങി വരും, യേശു നമ്മെ തൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകും. അതിനിടയ്ക്കുള്ള സംഭവങ്ങളാ ഈ 22 അധ്യായങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് പറയാൻ പറ്റുമല്ലേ. യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപമുണ്ട്, സഭയെക്കുറിച്ചുള്ള ദൂതുകളുണ്ട്, അവിടെ അല്ലേ യേശുക്രിസ്തുവിൻ്റെ ഭരണകാലമുണ്ട്, പീഡാകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മഹാരാജാവിൻ്റെ മടങ്ങി വരവുണ്ട്, 1000 ആണ്ട് വാഴ്ചയുണ്ട്, വെള്ളസിംഹാസന ന്യായവിധിയുണ്ട്, പുത്തനാം യെരൂശലേമിൻ്റെ വിവരണമുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ മുഖ്യ വിഷയം. എനിക്കെൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിൻ്റെ രാജ്യത്ത് പോകണം. അപ്പോൾ ഒന്ന്, ഹല്ലേലൂയ, തെറ്റിദ്ധാരണ മാറണം. യേശു വരുവാൻ താമസിച്ചിരിക്കുന്നു എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറണം. ഇത് ഇപ്പോൾ തന്നെ ഉള്ളതല്ല. അപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പലരും നിങ്ങളെ തെറ്റായി ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പിതാക്കന്മാർ പലരും നിദ്ര പ്രാപിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ അന്നത്തെ പോലെ ഇന്നും നടക്കുന്നു, അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മളും അങ്ങനെയൊക്കെ പറയാറില്ലേ? കാരണം പണ്ട് അല്ല, എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ദൈവദാസൻ പറഞ്ഞതാണ്. ആ ദൈവദാസൻ വളരെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഈ പേര് പറയാത്തതിൻ്റെ കാരണം ഇനിയും അവരെ കാണുമ്പോൾ നിങ്ങൾ ഈ ഇതും പറഞ്ഞു ഓർത്തുകൊണ്ടിരിക്കും, ഈ പുള്ളി ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് പേര് പറയാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് പെന്തക്കോസ്തിൻ്റെ ഒരു 3-ാം തലമുറയാണ്. അദ്ദേഹം ഒരു പ്രഭാഷകനാണ്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ തൻ്റെ വല്യപ്പൻ്റെ പുസ്തകം ഇങ്ങനെ വായിച്ചപ്പം അതിനകത്ത് പുള്ളി അവസാനം, ഒരു ദിവസം സ്കോളറായിരുന്നു, ബൈബിൾ ടീച്ചറായിരുന്നു, അവസാനം എഴുതി വെച്ചിരിക്കുന്നു, എൻ്റെ ആയുസ്സിൽ കർത്താവ് വരുമെന്നായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ ഇപ്പം എൻ്റെ മരണക്കിടയ്ക്കാണ്, ഇതുവരെ ആരും വന്നില്ല. വളരെ നിരാശ പുള്ളിക്ക് തോന്നിയായിരുന്നു. കാരണം അത് എല്ലാം കർത്താവിന് വേണ്ടി വിട്ട ഒരാളല്ലേ. അപ്പം ഈ കൊച്ചുമകൻ, പുള്ളി ഒരു ഫേമസ് പ്രീച്ചർ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. പുള്ളി പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ വല്യപ്പൻ എന്ത് നിരാശയോടെ ലോകം വിട്ട് പോയത്. അപ്പം കർത്താവ് പറഞ്ഞെന്നാണ് പറയുന്നത്, സാക്ഷാ പൗലോസ് പറഞ്ഞിട്ട് ഞാൻ വന്നില്ല. കാരണം പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ തന്നെ ഹല്ലേലൂയ, പിന്നെ ജീവനോടിരിക്കുന്ന നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ സാക്ഷാ പൗലോസിന് ഇല്ലാത്ത നിരാശ നിങ്ങൾക്കൊന്നും വേണ്ട കാര്യമൊന്നും ഇല്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പറയാം, എൻ്റെ ആയുസ്സിൽ കർത്താവ് വരുമെന്ന്. ഒരു 100 വർഷത്തിനപ്പുറത്ത്, 1000 വർഷത്തിനപ്പുറത്ത് എന്ത് നടക്കും, അമേരിക്കയുടെയോ കാനഡയുടെ ഭാവി എന്താണെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, നാളെ എൻ്റെ ഭാവി എന്താണെന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 17-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറഞ്ഞത്, എനിക്ക് പ്രസംഗിക്കാനും പ്രസ്താവിപ്പാനും ആഗ്രഹിക്കാനും ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. Every evening we go to the bed with this great expectation that the next morning I will awake, I will see the glorious countenance of my Savior. എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് എഴുന്നേൽക്കണം എന്ന സ്വപ്നത്തോട് വേണം കിടക്കിലേക്ക് പോകാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ ഉറക്കം നിത്യ ഉറക്കമായി മാറുമോ, നാളെ കർത്താവിനെ അല്ലെങ്കിൽ നാം എഴുന്നേൽക്കും, ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഞാൻ കണ്ണ് തുറക്കുന്നത് എൻ്റെ യേശുവിനെ കണ്ടായിരിക്കണം. ആ ഒരു സ്വപ്നമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ആ തെറ്റിദ്ധാരണ എങ്ങ് മാറണം. കർത്താവ് വരുവാൻ താമസിക്കുന്നു, വരത്തില്ലെന്നല്ല പറയുന്നത്, വരുവാൻ താമസിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ദൈവസഭയിലുള്ളവർ മാറ്റണം. അങ്ങനെ മാറ്റിയെങ്കിൽ മാത്രമേ നാം വിശുദ്ധരായി ജീവിക്കത്തുള്ളൂ. കർത്താവ് ഈ അടുത്ത കാലത്തൊന്നും വരത്തില്ലെന്ന രീതിയിലാണ് പലപ്പോഴും നാം പെരുമാറുന്നത്. When we talk with our brothers, when we behave in our family, when we deal with the outsiders, when we deal with our colleagues, we think that Christ is not come. ഈ അടക്കങ്ങും വരത്തില്ലെന്ന രീതിയിലല്ലേ നമ്മൾ പെരുമാറുന്നത്. യേശു വരുമെന്നുള്ള ഉൾബോധം അകത്ത് കയറിയാൽ നാം ആള് മാറിയവരായി മാറും. The Pentecostals will be radically transformed the moment they recognize that Christ is at hand. ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് ഓർപ്പിച്ചു, ഹല്ലേലൂയ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടു ബി ഹ്യൂമൻ, ബി ഹംബിൾ. നിങ്ങൾ വിനയമുള്ളവരായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഫിലിപ്പർ 4:4 വാക്യത്തിൽ പറയുന്നു, എപ്പോഴും സന്തോഷിക്കണം, ഹല്ലേലൂയ, എല്ലാം ഇടപെടാതെ സ്തോത്രം ചെയ്തൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും
ലെറ്റ് യുവർ ജെന്റിൽനെസ് ബി എവിഡന്റ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ദൈവമക്കളെ, നാം സൗമ്യരായി ജീവിക്കേണ്ടതും നാം താഴ്മയോടും വിനയത്തോടും വിശുദ്ധിയോടും ജീവിക്കുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ വരക്ക് വാതിക്കലായതുകൊണ്ടാണ്. പ്രൈസ് കൊടല്ലേ. അതാണ് നമ്മൾ അതിനു വേണ്ടി ഒരുക്കുന്നതും ധൈര്യപ്പെടുന്നത്. അപ്പം യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറണം. രണ്ടാമത് അറിയേണ്ടത്, ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ്. ഇത് ലോകത്തിലാരും പറഞ്ഞതല്ല, യേശു തന്നെ പറഞ്ഞൊരു വാഗ്ദത്തമാണെന്ന് അറിയണം. എന്താ യേശു പറഞ്ഞത്? യോഹന്നാൻ 14 പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം ഒന്നും കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് നല്ല ഉറച്ചു വെക്കണം. എന്നിലും വിശ്വസിക്കണം, എൻ്റെ പിതാവിൻ്റെ വചനത്തിലും വിശ്വസിക്കണം. കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതൊരു തെറ്റിദ്ധാരണയല്ലേ? നമ്മൾ ഈ കർത്താവ് നമുക്ക് വീട് വെക്കാൻ പോയെന്നാണ് പറയുന്നത്. അവിടെ വീട് വെക്കുന്ന കാര്യമില്ല. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു എന്ന്. അവിടെ വീടുണ്ട് ദൈവമക്കളെ. അവിടെ ഇഷ്ടംപോലെ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട്. നിങ്ങളെ എവിടെ ഇരുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, തറയിലിരുത്തണോ, കസേരയിലിരുത്തണോ, പുറത്ത് നിർത്തണോ? അതുകൊണ്ട് ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു എന്നാണ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം, ഞാൻ നിങ്ങൾക്ക് വീട് വെക്കാൻ പോയെന്നല്ല പറഞ്ഞത്. അവിടെ പറയുന്നത് വീടിൻ്റെ പണി തീർന്നിട്ടില്ല, കൊടുത്ത കാശ് തികഞ്ഞില്ലെന്നൊക്കെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊന്നുമല്ല അവിടെ നടക്കാൻ പോകുന്നത്. ഗോഡ് ഈസ് പ്രിപ്പയറിങ് എ പ്ലേസ് ഫോർ യു. അല്ലെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അനാദിയായും ശാശ്വതമായും പണിതീരാത്ത വീട്ടിലല്ല എൻ്റെ പിതാവ് താമസിക്കുന്നത്. ഹല്ലേലൂയ. പണിതീരാത്ത വീട്ടിലല്ല താമസിക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു സ്ഥലം. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് അലറി കൂവി പ്രസംഗിക്കുന്ന എന്നെ തറയിൽ ഇരുത്തണോ നല്ലപോലെ ഇരുത്തണോ എന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഗോഡ് ഈസ് പ്രിപ്പയറിങ് എ പ്ലേസ് ഫോർ യു. ഇപ്പം നമുക്ക് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്ത് കയറുക എന്ന് വിളിക്കത്തക്കവണ്ണം ഒരുക്കപ്പെട്ട ഇരിപ്പിടങ്ങളും സിംഹാസനങ്ങളും ഹല്ലേലൂയ ഒക്കെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഇരിപ്പിടത്തിൽ ഞാൻ എവിടെ ഇരിക്കും? ഹല്ലേലൂയ. അതാണല്ലോ, അതൊക്കെ വായിക്കുമ്പോൾ വളരെ മനസ്സിന് ഭീതി തോന്നിയിട്ടുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതൊക്കെ അവരുടെ ചിലർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ആ ഒരു പദം കേട്ടുമ്പോൾ അതിൻ്റെ മറുവശം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ എങ്ങനെ ശോഭിക്കും? നക്ഷത്രങ്ങളെപ്പോലെ. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ. അതിൻ്റെ മറുവശപ്പുണ്ട്, ചിലർ കരിക്കട്ട പോലെ ഇരിക്കുമെന്ന്. അല്ലേ, ഒരു കൂട്ടർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്തോ ഉണ്ട്, ശോഭിക്കാത്തവരും കണ്ടേക്കാം. നമുക്ക് ഈ കിരീടങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? നിങ്ങൾ ഇതിന് കർത്താവിന് വേണ്ടി അധ്വാനിച്ചവർ എന്താ കിട്ടും നമുക്ക്? പറഞ്ഞാട്ടെ, പ്രൊമോഷൻ മീറ്റിംഗ് അല്ലേ, എന്നെ കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്താട്ടെ. നമുക്ക് എന്താ കിട്ടും? കിരീടങ്ങളൊക്കെ കിട്ടും. ഈ കിരീടം എന്ന് കേട്ട ഉടനെ നമ്മൾ അവർക്ക് ഒന്നിൻ്റെ പുറത്ത് വെച്ച് അമ്മം കൊണ്ടു തുള്ളുന്ന കണക്ക് അങ്ങനൊന്നും അല്ല ദൈവമക്കളെ. അത് തേജസ്സാണ്. അത് നമ്മുടെയൊക്കെ തേജസ്സാണ്. അല്ലെങ്കിൽ ഈ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരുടെ തേജസ് കൊണ്ടാണ് തിരിച്ചറിയുന്നത്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെയും തമ്മിൽ തേജസ് വേറെ. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ തേജസ് കൊണ്ട്, ബൈ സീയിങ് ദ ഗ്ലോറി, ദ റിസംബ്ലിംഗ് ഓൺ അവർ ഫേസ്, ദ പീപ്പിൾ വിൽ റെക്കഗ്നൈസ് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് വി ഹാവ് ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. ഇവിടെ നാം ചെയ്ത പ്രവൃത്തി തിരിച്ചറിയുന്നത് തേജസ് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു വാഗ്ദത്തമാണ്. യേശു തന്നെ പറഞ്ഞൊരു വാഗ്ദത്തമാണ്. ഇത് വേറെ ആരും പറഞ്ഞതല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഈ വാഗ്ദത്തം നിവർത്തിപ്പാനാണ് കർത്താവ് താമസിക്കുന്നില്ല. അല്ലാതെ മക്കളെ അവിടെ അയക്കാം, കല്യാണം നടത്തി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വെൻ യു ആർ ഇൻ ദ ഫേസ് ഓഫ് ദ എർത്ത്, ഗോഡ് വിൽ പ്രൊവൈഡ് എവറിത്തിങ് ഫോർ യു. ദാറ്റ് ഐ ബിലീവ് ദാറ്റ് ദ ഗുഡ്നസ് ആൻഡ് മെർസി ഷാൽ ഫോളോ us ത്രൂ ഔട്ട് അവർ ലൈഫ്. നമ്മുടെ പുറകെ വരുന്നതാ നന്മയും കരുണയും. അതിൻ്റെ പുറകെ നമ്മൾ പോകണ്ട, നമ്മുടെ പുറകെ വരുന്നതാ നന്മയും കരുണയും. നാം പോകേണ്ടത് കർത്താവിൻ്റെ പിന്നാലെയാണ്. നാം ആഗ്രഹിക്കേണ്ടതും നാം സ്വപ്നം കാണേണ്ടതും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കാണുന്നത്. ദേവദാസൻ ഓർപ്പിച്ചല്ലോ, നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം അകത്തളങ്ങളിൽ എപ്പോഴും ഉരുത്തിരിയേണ്ടത്. ഇതൊരു വാഗ്ദത്തമാണെന്നറിയണം. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ മടങ്ങി വന്ന് നിങ്ങളെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ഹല്ലേലൂയ ഒലീവ് മലയുടെ സമീപത്ത് ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ശിഷ്യഗണത്തെ നോക്കി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:11 അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അധരത്താലും ദൂതന്മാരുടെ വചനത്താലും ഉറപ്പിക്കപ്പെട്ട ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി നാം സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. അതെ, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ താമസിക്കുന്നില്ല. അത് താമസിക്കത്തില്ല എന്നുള്ളതാണ് തിരിച്ചറിയുക. കാരണം ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മൾ ഓർക്കും ടൈം ഇത്രയായല്ലോ എന്ന്. കർത്താവിൻ്റെ സമയത്തെക്കുറിച്ച് എന്തായി പത്രോസ് 2 പത്രോസ് 3:8 പറയുന്നത്? നമ്മുടെ ഹല്ലേലൂയ 1000 വർഷമൊക്കെ
ഇനി കലണ്ടർ ഇയറല്ല അത് കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. 1000 വർഷമൊക്കെ ദൈവത്തിന് എത്രയേ ഉള്ളൂ? ഒരു ദിവസം പോലെ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ സമയം കണക്ക് കൂട്ടി ആൾക്കാരൊക്കെ പ്രവചിച്ചുകൊണ്ടിരിക്കും. 2060 തീരും, 30 തീരും ഒക്കെ പറയുന്നുണ്ട്. പേടിക്കേണ്ടാന്ന്, ഒന്ന് തീരുമ്പം നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ, സന്തോഷത്തോടെ ഇരുന്നാൽ മതി. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് കർത്താവിൻ്റെ വരവിൻ്റെ. എൻ്റെ കാരണം എന്താ? ദാറ്റ്സ് ഈ കോൺഫറൻസിൻ്റെ എല്ലാ ലക്ഷ്യം അതാണ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 50 വർഷം മുമ്പ് യേശു വന്നായിരുന്നെങ്കിൽ നിങ്ങൾ പലരും കാണത്തില്ലായിരുന്നു. ഒരു 10 വർഷം മുമ്പ് യേശു വന്നായിരുന്നെങ്കിൽ, ഒരു 100 വർഷം മുമ്പ് കർത്താവ് വന്നായിരുന്നെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പലരും കർത്താവിനെ അറിയാതെ മണ്ണിലേക്ക് പോയേനെ. അതുകൊണ്ട് കർത്താവ് താമസിച്ചതിൻ്റെ കാരണം, കർത്താവ് ആഗ്രഹിക്കുന്നു everyone to be come to the saving knowledge of Christ. That is the അതാ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, മാനസാന്തരത്തിൻ്റെ ആ വലുത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ 3:16 പറഞ്ഞത്, ആരും നശിച്ചു പോകരുത്. സഭയുടെ ദൗത്യം അതാണ്. അത് കാനഡയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും ദൈവസഭയ്ക്ക് ഒരു ദൗത്യമുണ്ട്, ചിലരെ കൂടെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുക. കർത്താവിൻ്റെ കൃപയാൽ വിവിധ സഭകളോ സംഘടനകളോ ഒക്കെ നമ്മൾ ഉണ്ടെങ്കിലും നമ്മുടെ സുവിശേഷ ദൗത്യം മറന്നു പോകല്ലേ. ഒരു ടൈറ്റിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. സഭ എന്ന ഏക ശരീരത്തിനൊരു ദൗത്യമുണ്ട്, ചിലരെ കൂടെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തണം. ആരും നശിച്ചു പോകരുത്. ദൈവസഭ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഈ കോൺഫറൻസ് നടക്കുമ്പോൾ ഇറ്റ്സ് എ ഫെലോഷിപ്പ് ഓഫ് ദ ചർച്ചസ് ടുഗദർ, കമ്മിങ് ടുഗദർ, ദി വർഷിപ്പിംഗ് അണ്ടർ വൺ റൂഫ്. ദാറ്റ്സ് ഗുഡ്. ദാറ്റ് ബിയോണ്ട് ദാറ്റ് ഐ തിങ്ക് ദാറ്റ് ദേ ആർ പ്ലാനിങ് ഫോർ ഇവാഞ്ചലിസം മിനിസ്ട്രി, എ മിഷനറി മിനിസ്ട്രി ഓൺ ദോസ് ഡേയ്സ്. ഇതിൻ്റെയൊക്കെ ആഗ്രഹം ചിലരുടെ യേശുവിനെ കണ്ടുമുട്ടണം. ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഈ കാനഡ പട്ടണത്തിലല്ലേ കഴിഞ്ഞ് ഞാൻ പലപ്പോഴും വരാറുണ്ട്. ഇന്നലെ വന്നപ്പോൾ തൊട്ട് എത്രയോ ആയിരങ്ങളാണ് വന്നുകൊണ്ട് ഇവിടെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ഭാഷക്കാർ, എത്രയോ ജാതിക്കാർ, എത്രയോ രാജ്യക്കാർ കടന്നു വരുന്നു. Churches need to take it as a burden. We are going to stretch our hands towards these people, those who are falling to the eternal fire. ഞങ്ങൾ ചിലരെ കൂടെ, we are at any cost, we are going to pull them out of that fire. അവരെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള ഒരു ദൗത്യം. ചർച്ച് നല്ലതാണ്. പാസ്റ്റർ ഓഫ് എ ചർച്ച് അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ ഒരു ചർച്ച, പക്ഷേ നമുക്ക് കുറച്ച് 10-15 പേരെ, നമുക്കിഷ്ടമുള്ളവരെ കുറച്ച് പേരെ കൂട്ടുന്നതല്ല ദൈവസഭ. Hallelujah. Regardless of the color, caste and creed, we need to open our door widely so that they can enter into the kingdom of God. ചർച്ചിന്റെ പ്യൂ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരല്ല. പുൽപിറ്റ് ഈസ് ഫോർ ദ മിനിസ്ട്രി, പുൽപിറ്റ് ഈസ് ഫോർ ദ ഡിവോട്ടഡ് പീപ്പിൾ, പുൽപിറ്റ് ഈസ് ഫോർ ദ അസൈൻഡ് പീപ്പിൾ, അനോയിന്റഡ് പീപ്പിൾ. ബട്ട് ദ പ്യൂ, anybody can step into the sanctuary and let them receive God's word and transform their life. അതിനുവേണ്ടി ദൈവസഭയുടെ വാതിലുകൾ വിശാലമായി തുറക്കപ്പെടണം. ദൈവസഭയുടെ അതിരുകൾക്കല്ലിയ തുറക്കപ്പെടണം. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. യേശു തന്നെ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം ഉണ്ടാകും. വെള്ളക്കുതിരയും ചുവന്ന കുതിരയും യെരുശലേമിലെ ദേവാലയവും ചുവന്ന പശുവിൻ്റെയൊക്കെ കണക്ക് നോക്കാതെ സിമ്പിൾ പ്രിൻസിപ്പിളാണ്. നിങ്ങൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മതി, കർത്താവിൻ്റെ വരവ് സംഭവിക്കും. ഹല്ലേലൂയ. അത് മറന്നു പോകല്ലേ. സ്തോത്രം. അപ്പം അതാണ് എല്ലാവരും മാനസാന്തരപ്പെടണം. അതിനുവേണ്ടി കർത്താവ് കാണിക്കുന്നതാണ് ദീർഘക്ഷമ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദയ. ഇത് മറന്നു പോകല്ലേ. ഈ കർത്താവിൻ്റെ ദിവസം അടുത്തുകൊണ്ട് 2 വാക്യങ്ങളോട് പറഞ്ഞ് വേഗം അവസാനിപ്പിച്ചോളാം. അവിടെ വായിക്കുന്ന കർത്താവിൻ്റെ ദിവസം എപ്പോഴാണ്, ആ ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞത്, എങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. അടുത്ത വാക്യം പറയുന്നത് 10-ാം വാക്യത്തിൽ പറയുന്നത് കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. ഇനി എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ട്. ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദാറ്റ് 24 hours into three സെക്ഷൻ ഓഫ് അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ്. ഇനിയും 12 മണിക്കൂർ ജോലി എന്ന് ആരും എന്നോട് പണങ്ങരുത്, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഒന്നും. സാധാരണ 8 മണിക്കൂർ ജോലി, പിന്നെ 8 മണിക്കൂർ പറഞ്ഞാട്ട് ഉറങ്ങണം. എനിക്ക് തോന്നുന്നില്ല കാനഡയിൽ വന്നിട്ട് 8 മണിക്കൂർ ഉറങ്ങി ആരെങ്കിലും ഉറങ്ങി കാണുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നമ്മളങ്ങനെ വെച്ചിരിക്കുക അങ്ങ് 8 മണിക്കൂർ ഉറങ്ങുക, പിന്നെ 8 മണിക്കൂർ ഇതുവരെ പറഞ്ഞില്ല അത്. ഓവർ ടൈം പാസ്റ്റർ. ഓക്കെ, ചർച്ചിലൊന്ന് പറയണം കേട്ടോ നമുക്ക്. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഒന്നും പറഞ്ഞില്ലത്. ഫാമിലി, കാരണം ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും സഹകരിക്കാനും എല്ലാം കൂടെ ചേർന്ന് ഈ 3 സമയമാണ് വേദപുസ്തകത്തിൽ കർത്താവ് വ്യാഖ്യാനിച്ചത്. ദിസ് ഈസ് ദ എക്സാക്ട് ടൈം ദാറ്റ് ക്രൈസ്റ്റ് ക്യാൻ കം. കർത്താവ് വരുന്ന 3 സമയങ്ങൾ. 2 പേർ വയലിലായിരിക്കും. എപ്പോഴാണ് കർത്താവ് വരുന്നത്? എല്ലാവരും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്തിയുടെ ഇല തളർത്തോ, ഒലിവ് വൃക്ഷം പൂത്തോ, മുന്തിരിവള്ളി ആയോ, ഗാസയിലെ യുദ്ധത്തിൻ്റെ അവസാനം എവിടായി മാറും, ഉക്രൈനും റഷ്യയും കൂടെ. ഇതൊക്കെ നല്ല കാര്യം. ഗോഗും മാഗോഗും റോഷും ഒക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചോ? യേശു പറഞ്ഞു ഇത്രയും ഓർത്തിരുന്നാൽ മതി. വയൽ ജോലി ചെയ്യുമ്പോൾ ആര് വരാൻ സാധ്യതയുണ്ട്?
രണ്ടുപേര് നിങ്ങൾ വെൻ യു ആർ ഡൂയിങ് യുവർ വർക്ക്, സിമ്പിൾ പ്രിൻസിപ്പിളാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരുങ്ങി കെട്ടിയാലല്ലേ ജോലിക്ക് പോകുമ്പോൾ ആര് വരാൻ സാധ്യതയുണ്ട്? യേശു വരാൻ സാധ്യതയുണ്ട്. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഉറക്കത്തിൽ ആര് വരാൻ സാധ്യതയുണ്ട്? യേശു വരാൻ സാധ്യതയുണ്ട്. 3, രണ്ടുപേർ എന്ത് ചെയ്യുക? തിരികല്ലി പൊടിക്കെന്ന് പറഞ്ഞാൽ ദോശയ്ക്ക് വേണ്ടി മാവ് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് വരാം? കഴിക്കാൻ തുടങ്ങുമ്പോഴും ഹല്ലേലൂയ കുക്ക് ചെയ്യുമ്പോഴും ആര് വരാൻ സാധ്യതയുണ്ട്? ഈ 3, ദാറ്റ് മീൻസ് ദീസ് ആർ ദ സിമ്പിൾ 3 സീസൺസ് ഓഫ് അവർ ലൈഫ്. ഈദർ യു ആർ വർക്കിംഗ്, ഇത് യു ആർ കുക്കിംഗ്, ഇഫ് യു ആർ സ്ലീപ്പിംഗ്. ഈ 3 സമയത്തും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്പിൾ പ്രിൻസിപ്പിളാ. യേശു വരുന്ന എപ്പോഴാ? ഏത് ദിവസം ഏത് സമയത്തും വരാം. അതിന് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും നോക്കണ്ട, അതിന് പ്രത്യേകിച്ച് ആകാശത്തിലെ അടയാളം നോക്കണ്ട, അതിന് വേനലെടുത്തൊന്നും നോക്കണ്ട. കർത്താവേ ഞാൻ ജോലിക്ക് പോകുമ്പോൾ, പിന്നെ അവിടെ കാണുന്ന ഏറ്റവും ദയനീയ കാഴ്ച 50% സാധ്യത കാണുന്നു. 2-ൽ 1 തള്ളപ്പെടുമെന്നാണ്. അതത്ര ഓർത്ത് ഒന്ന് ഭയത്തോടെ ദൈവത്തെ സേവിക്കണ്ടേ. ഹല്ലേലൂയ. 1 കൈക്കൊള്ളും, 1 തള്ളിക്കളയും. അങ്ങനെയെങ്കിൽ കർത്താവേ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാൻ ആയി പോകല്ലേ എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവ് എൻ്റെ ജോലിയിൽ യേശു വന്നാൽ, അപ്പോൾ ആ ജോലി നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യും? കർത്താവിന് എന്ന പോലെ ചെയ്യും. അയ്യോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവന് വേണ്ടി ഞാൻ ജോലി ചെയ്തിട്ട് ആകെ വൈകുന്നേരം ഇത്രയും പൈസ കിട്ടും, അവന് വേണ്ടിയല്ല ജോലി ചെയ്യേണ്ടത്. ദൈവമക്കളെ, നമ്മൾ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടി? ഈസ് എ പാസ്റ്റർ ഓർ എ മിനിസ്റ്റർ, ആസ് എ നേഴ്സ് ഓർ എ ഡോക്ടർ ഓർ എഞ്ചിനീയർ, വാട്ട് ഓർ മേ ബി ദ ടൈറ്റിൽ യു ഹാവ്, എ പ്രൊഫഷൻ യു ഹാവ്, യു ആർ നോട്ട് വർക്കിംഗ് ഫോർ എ കമ്പനി ഓർ എ പേഴ്സൺ, യു ആർ വർക്കിംഗ് ഫോർ ദ ലോർഡ്. ഈ കാഴ്ചപ്പാട് തലയ്ക്കകത്ത് കയറണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കത്തുള്ളൂ. ഭർത്താവായിരിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്, ഭാര്യയായിരിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്, മാതാപിതാക്കളായിരിക്കുന്നതും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ആ ഒരു സ്വപ്നം നമ്മുടെ തലയ്ക്കകത്തുണ്ടായിരിക്കണം ദൈവമക്കളെ. അതുകൊണ്ടല്ലേ 1 ശമൂവേൽ 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നത്, ശമൂവേൽ ബാലനോ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. ഹി വാസ് മിനിസ്റ്ററിംഗ് ടു ദ ലോർഡ് ബിഫോർ ഏലൈ. അപ്പോൾ നോക്കണം, ശമൂവേൽ ബാലൻ ശുശ്രൂഷിച്ചത് ഏലിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് ശുശ്രൂഷിച്ചത്. നിങ്ങൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ചർച്ചിൽ എന്തെങ്കിലും ഈവൻ പിക്കിങ് എ ട്രാഷ്, നിങ്ങൾ ഒരു ഗാർബേജ് കളക്ട് ചെയ്താൽ പോലും അത് മനുഷ്യർക്ക് വേണ്ടിയല്ല, ദൈവത്തിനെന്ന പോലെ. അങ്ങനെ ചെയ്യണം. അങ്ങനാണെങ്കിലേ നമ്മുടെ ജോലി വിശ്വസ്തമായിരിക്കത്തുള്ളൂ. ശുശ്രൂഷിക്കുന്നത്, ഞാൻ ചർച്ചിന് വേണ്ടി ഇത്ര അധ്വാനിച്ചു, ഇത്ര കഷ്ടപ്പെട്ടു, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളും മനുഷ്യർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി. എന്ത് ചെയ്താലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മൾ അങ്ങ് പ്രാഗൽഭ്യം ഏറ്റെടുക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം. ഉറക്കത്തിൽ ഹല്ലേലൂയ കർത്താവിനെ സാധുണ്ട്, കിടക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ നല്ലത് ധ്യാനിച്ചുകൊണ്ടേ കിടന്നുറങ്ങാവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇതല്ലേ. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയത്, ഞാൻ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കേണ്ടതല്ല, എന്ത് ചെയ്തോണം? ക്ഷമ ചോദിച്ചോണം. അവിടെ ചെല്ലുമ്പോൾ ഇതിനൊന്നും അവസരമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അതിനിപ്പോൾ അപ്പം പാസ്റ്ററെ ക്ഷമ ചോദിച്ചില്ലെങ്കിലും പോകുമെന്നാണല്ലോ പാസ്റ്റർ പറഞ്ഞു വെച്ചത്. അവിടെ ചെല്ലും, അവിടെ പോകും, എല്ലാവരും പോയി. ഇവിടെ ഇരിക്കുന്ന ആരാ പോകാത്തത്? അവിടെ പ്രതിഫലത്തിൻ്റെ കാര്യം പിന്നെ പറയുന്നത്. നമ്മൾ പോകുന്നത് കുഴപ്പമൊന്നുമില്ല, താനോ രക്ഷിക്കപ്പെടുന്നില്ല പറഞ്ഞത്. തലയിരിക്കുന്ന കെട്ടെല്ലാം കത്തിപ്പോയാലും താനോ രക്ഷിക്കപ്പെടുന്നില്ല. കൊരിന്ത്യർ പറഞ്ഞത് അല്ലെങ്കിൽ മരവും പുല്ലും വൈക്കോലും ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? ആത്മാവൊക്കെ പോകും. അത് പറയാം. ഇപ്പോൾ വിശദീകരണം പോയി നമ്മൾ വിവാദമൊന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ. ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ഈ സൈൻ അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകും. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി വലിയ കാര്യങ്ങൾ നാസയിൽ എന്ത് സംഭവിക്കുന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അനേകരുടെ സ്നേഹം തണുത്തു പോകും. വിശ്വാസത്യാഗം, ഡിനയൽ ഓഫ് ദ ഫെയ്ത്ത്. Hallelujah. Next generation we are encouraging. Other youth are planning to have hallelujah. Nirubi is one of the best speaker. I like him. I used him many times. നല്ല വളരെ ശക്തമായി പ്രസംഗിക്കുന്ന ദേവദാസന. Let us to grow in our faith. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിൽക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കണം. കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു, നമുക്കിത് ഉണ്ടോ ഇല്ല. ഇപ്പോഴും എല്ലാവരും പോയി പരിശോധിക്കാറുണ്ടല്ലോ. അതിന് മുമ്പ് വരെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ബഹളമായിരുന്നു പാസ്റ്ററെ. എവിടെ ചെന്നാലും മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ ടൈറ്റിൽ എന്തായിരുന്നു? ബി പോസിറ്റീവ്. ആരെന്ത് പറഞ്ഞാലും ബി പോസിറ്റീവ്. കോവിഡ് വന്നപ്പോൾ ഈ പോസിറ്റീവ് എന്ന വാക്ക് ആർക്കും കേൾക്കണ്ട. കർത്താവെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ബട്ട് വി വാണ്ട് ടു ഹിയർ ഇറ്റ് ഇസ് നെഗറ്റീവ്, റൈറ്റ്? സോ അത് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിരിക്കുന്നത് എന്താണ്? അല്ലല്ലേ, 2 Corinthians 13:5 പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് യു നീഡ് ടു ചെക്ക് ദാറ്റ് വെദർ യു ആർ ഇൻ ദ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. അയ്യോ പാസ്റ്റർ ഞാൻ 50 വർഷം വിശ്വാസി. അതല്ല ചോദിച്ചത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന്. ആദ്യത്തെ വിശ്വാസം ഇന്നും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. വി നീഡ് ടു ഗ്രോ ഇൻ അവർ ഫെയ്ത്ത് ഡേ ബൈ ഡേ.
വിശ്വാസത്തിൽ നാം അടിസ്ഥാനമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം ഇതൊക്കെയാണ്. അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകും, അല്ല, പരസ്പര സ്നേഹം കുറഞ്ഞു പോകുന്നു, പരസ്പര വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം കുറയുന്നു, ദൈവാശ്രയം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടല്ല സാമൂഹിക സാമ്പത്തിക മണ്ഡലങ്ങളൊക്കെ വളരെ അഭിവൃദ്ധി എന്ന് പറയുന്നു. ബട്ട് ദ സ്പിരിച്വൽ ഡിപ്രാവിറ്റി ഈസ് ഹാപ്പനിങ് എവരിവെയർ. എല്ലായിടത്തും കാണുന്ന അധപ്പതനമാണ്, ധാർമ്മിക അധപ്പതനം. അല്ലെ, പത്രമൊക്കെ തുറന്നാലല്ലേ, നമ്മൾ ഈ രാജ്യത്താണെന്ന് പറഞ്ഞാലും ഒരുത്തൻ ചുറ്റിയേം കൊണ്ടൊക്കെ എത്ര പേരെ കൊല്ലുന്നു. നിങ്ങളാരും വായിച്ചു കാണത്തില്ല, മലയാളത്തിലാണ് വായിച്ച്. ഞാൻ കേരളം വിട്ടിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും നാട്ടിലെ ന്യൂസൊക്കെ സന്തോഷമാണ്, അല്ലേ മോനെ? എത്ര പിന്നെ ഒരുത്തൻ ചുറ്റിയാൻ കൊണ്ട് അടുത്തിരിക്കുന്ന ആളെ സൂക്ഷിക്കേണ്ടി വരും, അല്ലേ? കാരണം കയ്യിൽ എന്തോ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ, അല്ലേ? അതിന് ജനറൽ വളരെ കെയർഫുള്ളായിരിക്കണം. എന്തോ കൂടെ വരും നിർത്തില്ല. കാരണം ഒരു 5, 6, 8 പേരെയൊക്കെ ഒതുക്കണം എന്ന് വെച്ചാൽ ഒരാൾ വിചാരിച്ചാൽ മതി, അല്ലേ? 6 പേരെയൊക്കെ സ്വന്തം അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളെ സഹോദരിയൊക്കെ അടിച്ചൊതുക്കി കൊല്ലുന്ന കാലഘട്ടം, അപ്പനും അമ്മയൊക്കെ നിരാശപ്പെടുന്ന കാലഘട്ടം. ആലോചിച്ച് നോക്ക്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വെൻ ദർ മൈൻഡ് ഈസ് നോട്ട് ഓൺ ദെയർ വേ. തീർന്നില്ല എല്ലാം. പക്ഷേ ഇന്ന് രാത്രി അറിയേണ്ടത്, അല്ലേ, ഈ അധപ്പതനത്തിൻ്റെ നടുവിൽ പരസ്പര വിശ്വാസം സ്നേഹമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യണം എന്നൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ അത് തന്നെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഒരു 5-6 കാര്യങ്ങൾ വേഗം പറയാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എത്രയും ബന്ധപ്പെട്ട് തിടുക്കത്തോടെ ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കണം. ശരിയല്ലേ? നോട്ട് ബി വറീഡ്, അല്ലേ, ബട്ട് ബി റെഡി. The coming of Jesus is at hand. Don't worry about what is happening here and there. As I said in the beginning earlier, don't worry about much things, but the social activities or the political transformation is happening. We are worried about the coming of Jesus Christ. Am I ready for that? ഞാൻ അതിനോട് ഒരുങ്ങിയിട്ടുണ്ടോ? തിടുക്കത്തോടെ കാത്തിരിക്കണം. 10 കന്യകമാരുടെ കഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അതൊക്കെ തന്നെയാണല്ലോ. സ്തോത്രമല്ല. അതല്ലേ, 5 പേര് ഒരുക്കത്തിൽപ്പെട്ടവരല്ലായിരുന്നു. അതായിരുന്നു അവിടുത്തെ കാര്യം. അവർക്ക് വിളക്കുണ്ടായിരുന്നു. അതിനെ പരിശുദ്ധാത്മാവോടൊന്ന് വ്യാഖ്യാനിച്ച് കളയരുത്. കാരണം പരിശുദ്ധാത്മ, നിങ്ങൾ കടയിൽ പോയി വാങ്ങാൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മ പോയി വാങ്ങിച്ചു എന്നൊക്കെ പിന്നെ ദൂതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കേൾക്കുന്നത്, അങ്ങനൊന്നും അല്ല. നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഒരുക്കത്തിന്, ഹല്ലേലൂയ, ലോങ് ജേർണിക്ക് തക്ക ഒരുക്കം അവർക്കില്ലായിരുന്നു. ഹല്ലേലൂയ. അവരോർത്ത് അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. മേ ബി ഇൻ 10 years, നമ്മുടെ ഭാഷ പറയാ, ഇൻ 5 years ക്രൈസ്റ്റ് വിൽ കം, ഓർ 20 years ക്രൈസ്റ്റ് വിൽ കം. വി സെറ്റ് എ ടൈം. നോ, ആ സമയമല്ല, കർത്താവ് വരുവോളം ഒരുങ്ങിയിരിക്കണം. കെട്ടുപോകാത്ത വിളക്കിൻ്റെ എൻ്റെ സിമ്പിൾ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. എന്താ വിളക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ആത്മാവായ യഹോവയുടെ ദീപം. ഒന്നും കൂടെ എടുത്ത് പറഞ്ഞാലല്ലേ, നമ്മുടെ ജീവിതമാണ് വെളിച്ചം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. യോഹന്നാൻ 1:4 എൻ്റെ എക്സാമ്പിൾ. ഇൻ ഹിം വാസ് ദ ലൈഫ് ആൻഡ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് ദ മെൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യുവർ ലൈഫ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ മെൻ. നിങ്ങളാ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാ ലോകത്തിൻ്റെ വെളിച്ചം. ഈ ജീവിതം 10 വർഷം കൈയടിച്ചവൻ 11-ാം വർഷം കൈയടിക്കാതെ മടുത്തു പോകരുതെന്നാ അല്ലേ അതിൻ്റെ അർത്ഥം? അല്ലല്ലേ, 25 വർഷം അല്ലല്ലേ പയറ് പോലെ ചാടി ആരാധിച്ചവൻ ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് മുഖം മാടിയിട്ട് ഇരുന്നു പോയാൽ 21-ാമത്തെ വർഷം 26-ാമത്തെ വർഷം ആ വിളക്ക് കെട്ടു തുടങ്ങിയ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. സാഹചര്യങ്ങൾക്ക് മാറ്റുവാൻ കഴിയാത്ത, സാധ്യതകൾക്ക് മാറ്റുവാൻ കഴിയാത്ത ജീവിതത്തിലെ അല്ലെങ്കിൽ തളർച്ചകൾക്ക് നിങ്ങളെ തളർത്തുവാൻ കഴിയരുത്. അത് കാരാഗൃഹത്തിൽ കൊണ്ടിട്ടാലും കൊട്ടാരത്തിലാണേലും നിങ്ങളുടെ ആരാധനയുടെ സൗരഭ്യം കുറഞ്ഞു പോകാതെ ഒരുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്മാരെയാ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. മനുഷ്യരുടെ വാക്ക് കേട്ടുകൊണ്ടോ മനുഷ്യരുടെ പ്രവൃത്തി കണ്ടുകൊണ്ടോ ഉള്ളം തകർന്നു പോകാതെ, അതുപോലെ ഭക്തന്മാർ പാടിയതുപോലെ, രോഗം എന്നെ പിടിച്ചെൻ്റെ ദേഹം ക്ഷയിച്ചാലും ഉള്ളിലെ മനസ്സ് ദുഃഖത്താൽ ദേഹിച്ച് തകർന്നാലും എല്ലാം പ്രതികൂലമായാലും വി സെറ്റ് അവർ ഗോൾ ഓൾറെഡി ബിഫോർ അസ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, അവസാനത്തോളം ഓടി ഓട്ടം തീർക്കണം. അതുകൊണ്ട് ദൈവമക്കളെ ബന്ധപ്പെടാതെ വേണം, തിടുക്കത്തോടെ വേണം ഈ കാലങ്ങളിൽ ജീവിക്കുവാൻ. വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണമെന്നാണ് പത്രോസ് പറയുന്നത്. അല്ലേ, ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്രിസ്ത്യാനിറ്റി. വി നീഡ് ടു ബിക്കം എ പീപ്പിൾ ദാറ്റ് ഈസ് ഹോളി ആസ് ഗോഡ് ഈസ് ഹോളി. കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ടു പോകാത്ത വിശുദ്ധിയുടെ ഉപദേശം ചർച്ചിനകത്ത് വി നീഡ് ടു കീപ്പ് ഓൺ പ്രീച്ചിങ് അബൌട്ട്, അല്ലല്ലേ, പ്രാക്ടീസിങ് ഹോളിനെസ്. വിശുദ്ധിയെ തികയ്ക്കണമല്ലേ. നമ്മെ തിരഞ്ഞെടുത്തത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. എഫേസ്യർ 1:4 ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അവർ എലക്ഷൻ. ഇനിയും ഓൺ ദ പ്രോസസ്സിലല്ലേ, വി നീഡ് ടു പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 7:1 അല്ലല്ല, ദൈവഭയത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കണം. അത് നമ്മുടെ പേഴ്സണൽ ഡ്യൂട്ടിയാണ്. ഡേ ബൈ ഡേ വി നീഡ് ടു പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്. അപ്പോൾ അവിടെ നിന്നൊരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് വിശുദ്ധി കുറഞ്ഞു പോകുന്നത്? ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യരുടെ എന്തോ ഇല്ല, ഇപ്പം ദൈവഭയം ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ആമോസിലൊരു വാക്യമുണ്ട്, ദുഷ്പ്രവൃത്തിക്കുള്ള
ശിക്ഷ കുറേയൊക്കെ പറഞ്ഞു ഒപ്പിച്ചില്ലേ, ബാക്കിയോടെ പറഞ്ഞിട്ട്. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ മുതിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കീപ്പ് ഓൺ ദോഷം ചെയ്യുന്നത്? അടി കിട്ടാത്തതുകൊണ്ടാണ്. അടിയുടെ കുറവാണെന്ന് പറയാം ഒറ്റ വാക്കി. ഞാൻ സാംബാസ്റ്ററെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കണ്ടാലും എന്താ പറയത്തുള്ളൂ? അപ്പോൾ എൻ്റെ നാക്കൊന്ന് സ്ട്രോക്ക് വന്ന് തളർന്നാൽ 50 വർഷത്തെ സ്വഭാവം ഞാൻ 5 മിനിറ്റ് കൊണ്ട് മാറ്റും. അമ്മ റൈറ്റ്? എപ്പോഴും ഇങ്ങനെ കൈ ചൂണ്ടി ആരെ കണ്ടാലും ഇങ്ങനെ നിൽക്കത്തുള്ളൂ. പ്രസംഗിക്കുന്നവരല്ലേ പറഞ്ഞത്, വെറുതെ ചൂണ്ടി നിൽക്കത്തുള്ളൂ. ഒരു സ്ട്രോക്ക് വന്ന് കൈ ഒന്ന് തളർന്നാൽ 25 വർഷത്തെ സ്വഭാവം 5 മിനിറ്റ് കൊണ്ട് ഞാൻ മാറ്റും. അപ്പോൾ അടി കിട്ടാത്തതിൻ്റെ കുറവല്ലേ ഇത്? പ്രൈസ് ദി ലോർഡ്. മറന്നു പോകല്ലേ. ഹല്ലേലൂയ. ദൈവം നീതിമാനായ ദൈവം തന്നെയാണ്. വിശുദ്ധ ജീവിതം ചെയ്യണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും നമുക്കില്ല. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ജഡത്തിന് മറയായി മാറ്റരുത്. അതരം കൊണ്ട് പാപം ചെയ്യാതിരിക്കണം. ഹല്ലേലൂയ. മൗനമായി ഇരിക്കേണ്ടിടത്ത് മൗനമായി തന്നെ ഇരിക്കണം. 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതിനെക്കാട്ടി കൃപ വേണം 5 മിനിറ്റ് വീട്ടിൽ മിണ്ടാതിരിക്കാൻ. ഹല്ലേലൂയ. അരമണിക്കൂർ അന്യഭാഷ പറയുന്നതിനെക്കാട്ടി ആരോഗ്യം വേണം വിവേകത്തോടെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ ഈ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയേണ്ടതാണ് വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പാട്ട് പാടുന്നതും ആരാധിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതിന് മേൽക്കൂരയ്ക്ക് അപ്പുറത്ത് പോകണമെങ്കിൽ, എൻ്റെ പ്രസംഗത്തിന് ഹല്ലേലൂയ അല്ല കരുത്തുണ്ടാകണമെങ്കിൽ ജീവിതവും പ്രസംഗവും ചേർന്ന് പോകണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നാം ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത് ഇങ്ങനെ ദൈവമക്കളെ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം ചെയ്യണം. കാരണം ഒടുവിൽ കൊണ്ട് നിർത്തുന്നവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അവൻ്റെ മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന ദൈവം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഹല്ലേലൂയ കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്തൊരു മണവാട്ടിയെ ഒരുക്കാനാ കർത്താവ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നാം വിശുദ്ധ ജീവിതം ചെയ്യണമെന്നാണ് പറഞ്ഞത്. എൻ്റെ 17-ാം വാക്യം കൂടെ വായിക്കാമല്ലോ. ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 Peter chapter 3 verse 17. അധർമ്മികളുടെ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിങ്ങളെ ആരും ചതിക്കാൻ നിന്ന് കൊടുക്കരുത്. ചക്രവാക്കും മുഖസ്തുതിയും പൊങ്ങച്ചും ഒക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ അങ്ങ് പൊക്കിയ ഓർത്തോണം ഇതിനകത്ത് പിന്നിൽ എന്തോ ചതിയുണ്ട്. അപ്രിസിയേഷൻ അല്ലേ ഈ പറഞ്ഞു വരുന്നത്. പ്രൈസ് കൊടുല്ലേ. ആരും നിങ്ങളെ ചതിക്കാൻ നിന്ന് കൊടുക്കരുത്. 2 സ്ഥിരത വിട്ടുപോകരുതെന്നാണ് പറയുന്നത് പൗലോസ്. പത്രോസ് പറയുന്നത് നിങ്ങളുടെ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. യു നീഡ് ടു ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ യുവർ സ്പിരിച്വൽ വാക്ക്. ഞായറാഴ്ച ഭയങ്കര തകർപ്പാ, കൈ അടിച്ച് ആരായത്, തിങ്കളാഴ്ച തൊട്ട് പിന്നെ മൂടൗട്ടാ. നോ, അത് പാടില്ല. യു നീഡ് ടു ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ യുവർ സ്പിരിച്വൽ വാക്ക്. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ. ഹല്ലേലൂയ. എന്താ ബ്രദറെ അല്ലെ പാസ്റ്റർ അല്ലേ ഇപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ ആൾക്കാർ വരും, ഈ അച്ചായനും കാരണമാണ് എൻ്റെ ആത്മീയം പോയത്. അച്ചായനെ കണ്ടുകൊണ്ടല്ലോ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്, ഭാര്യയെ കണ്ടുകൊണ്ടല്ലോ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി രക്തം തന്ന് ജീവൻ തന്ന് വീണ്ടെടുത്ത യേശുവിനെ മാത്രം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കേണ്ടതിന് കണ്ണുയർത്തേണ്ടതും നോക്കേണ്ടതും കാണേണ്ടതും യേശുവിനെ മാത്രമാണ്. വേറെ ആരെയും നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. നോക്കിക്കോ, അവരുടെയൊക്കെ ജീവിതം നല്ലതാണ്. പക്ഷേ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ യേശുവിനെ മാത്രം നോക്കണം. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്, സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബോവ്. അല്ല, അടുത്ത പത്രോസ് പറയുന്നത് കൃപയിൽ വളരണമെന്ന. യൂണിറ്റ് അബൗണ്ട് ഇൻ ക്രൈസ്റ്റ് ഡേ ബൈ ഡേ. ദൈനംദിനം കൃപയിൽ വളരണം. കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ യേശുവിൻ്റെ വരക്ക് വാതിൽക്കൽ നിൽക്കുമ്പോൾ കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചോണം. ഈ ലോകത്തിൻ്റെ തത്വങ്ങളോ ഇഷ്ടങ്ങളിലോ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയിലോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോ അല്ല ആശ്രയിക്കേണ്ടത്. യു നീഡ് ടു ട്രസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. സോ ദാറ്റ് യു ക്യാൻ സേ ആസ് പോൾ സെഡ്, ഐ ആം വാട്ട് ഐ ആം ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്ന് പറയും. രാവിലെ എഴുന്നേറ്റ് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയ. ഏതായാലും കണ്ണാടിയിൽ ഒന്ന് നോക്കുമല്ലോ. ഒന്ന് കണ്ണാടി നോക്കാത്തവരാരും ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ചുമ്മാ എന്തെങ്കിലും കണ്ണാടിയിൽ ഒന്ന് നോക്കും, സൗന്ദര്യം കാണാനെങ്കിലും നോക്കിയെന്ന് വെച്ചു. ആ കണ്ണാടി നോക്കിയിട്ട് പറയണമല്ലോ. 2 രീതി നിങ്ങൾക്ക് പറയാം. ഇതാണോ ഞാൻ എന്ന് ചോദിക്കാം. ഹല്ലേലൂയ. ഇതാണല്ലോ ഞാനെന്നും പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം ഞാൻ ഭയങ്കര അതിശയകരമായി കിടക്ക വിട്ടെഴുന്നേൽക്കും. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാളോ എനിക്ക് ഒരു നാൾ കൂടെ പ്രിയനെ സ്തുതിപ്പാൻ, ആരോഗ്യത്തോടെ യേശുവിനെ വാഴ്ത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി എത്ര പേര് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യും. അടുത്ത പത്രോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണമെന്ന. യേശു ആരാണെന്നുള്ള വെളിപ്പാട് ഓരോ ദിവസം പ്രാപിക്കണം. ദാറ്റ് ഈസ് എക്സാക്ട് മീനിങ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഞാൻ ആരാണെന്ന്, ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനുമാണെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതുക്കലായിരിക്കും. യോഹന്നാൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞത് ഈജിയൻ കടലിന് അടുത്തുള്ള ആ ദ്വീപിലേക്ക് കൊണ്ട്, ഞാൻ പറയാം വെളിപ്പാട് ദിവസം വ്യാഖ്യാനിക്കൊന്നുമല്ല, ഏകദേശം 95-96 വയസ്സുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് നമുക്ക് പ്രായമൊന്നും അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാം, കണക്കൂട്ടി വെക്കാം. യോഹന്നാൻ്റെ ഏറ്റവും വലിയ പേടി
തിരിച്ചൊരു മടക്കയാത്ര എനിക്കുണ്ടാകുമോ? ഈ സമുദ്രമാണ് തൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ തടസ്സം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പുത്തനാം യെരൂശലേമിനെ കുറിച്ചുള്ള ആദ്യത്തെ സന്ദേശം യേശു യോഹന്നാന് കൊടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21:1 മുതൽ പറയുന്നത്, അനന്തരം ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. സ്വർഗത്തിൽ നിന്ന് അലങ്കരിക്കപ്പെട്ട ഒരു മണവാട്ടിയെ പോലെ ആ പട്ടണം ഇറങ്ങി വരും ഞാൻ കാണുന്നു. ഞാൻ കേട്ട ഒന്നാമത്തെ സന്ദേശം, ഇനി സമുദ്രം ഇല്ല. യോഹന്നാൻ്റെ ഏറ്റവും വലിയ ഭീതി അതായിരുന്നു, എനിക്ക് മുറിച്ചു കടക്കത്തക്കവണ്ണം ത്രാണിയില്ലാത്ത ഒരു തിരമാലകൾ തിങ്ങി നിൽക്കുന്ന ഒരു സമുദ്രം എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ആദ്യത്തെ സന്ദേശം, നീ പോകുന്ന പട്ടണത്തിൽ സമുദ്രമില്ല. രാജ്യങ്ങളെ സംസ്ഥാനങ്ങളെ തമ്മിൽ അതിർകൊണ്ട് വരംപെടുന്ന സാലലിയ ഭാഷ വർഗ വർണ്ണ വ്യത്യാസമിടുന്ന അതിരുകളില്ലാത്തൊരു ദേശത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടുന്നത് ഇല്ലാത്തൊരു നാടുണ്ടെങ്കിൽ അത് സ്വർഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാ കണ്ണും ഒരു നിമിഷം നടച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ വരവ് വാതിക്കലായിരിക്കും. ഭയമില്ലാത്തവർക്ക് എൻ്റെ കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാൻ പോവാണ് ഞാൻ. പേടിയുണ്ടെങ്കിൽ പാടല്ലേ, പേടിയില്ലെങ്കിൽ നമുക്ക് പാടാം. സ്തോത്രം. യേശു വരാറായി. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്കെങ്കിലും ഇന്ന് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് യേശു വരുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ്. ഈ പാസ്റ്ററെ കാറ് ആര് കൊണ്ടുപോകും? പിന്നെ ഈ വീടൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചതേ ഉള്ളല്ലോ, അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ ഓ ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, കൂടാരമാകുന്നയൻ ഭവന വീട്ടകന്നേറെ ഭാഗ്യ. കൂടാരമാകുന്നയൻ ഭവന വീട്ടകന്ന ഓ കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരോ. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരോ. ഉണ്ടെനിക്കൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ഓ ദൈവമുണ്ട്, അങ്ങ് പ്രത്യാശയോടെ, ആത്മാവുണ്ട്, ഓ ദൈവമുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവം. നോടി നേരത്തെ ഉള്ള ലഘു സങ്കേട അനാവാദി തേജസ് ഭാഗ്യം തന്നെ. നോടി നേരത്തെ ഉള്ള ലഘു സങ്കേട അനാവാദി യസിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം. ഓ കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉണ്ടെനിക്കൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴും. ചേർന്ന് പറയാം.